بسم الله الرحمن الرحيم حدثنا بابو ഏതാ حدثنا അബൂ ബക്കർ നബി ഷൈബ ബാബുൽ അംരി ജനങ്ങളോട് യുദ്ധം ചെയ്യണം. അവർ പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയട്ടെ. അങ്ങനല്ലേ മക്കം ഫത്തഹായ പിന്നെ ഇനിയിപ്പോൾ അവിടെ അവർ മതിയല്ലോ, വേറെ ആരും വേണ്ട. അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്നുമില്ല. നിസ്കാരം നിലനിർത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാം വിശ്വസിക്കണം. അല്ല അന്നമൻ ഫഅല ദാലിക, ഇതൊക്കെ ആരെയും ചെയ്താൽ അസ്മ നഫ്സഹു, ഹദീസിൽ ഒന്നാകെ പറയും മുസ്ലിയാർ ഹെഡിങ് ആയിട്ട് ഉസ്താദ് അല്ല, ഓരോ നഫ്സിനെ കാത്തുവോ മാലവോ, അത് തന്നെ ഇല്ലാ ബി ഹഖിഹ. മുസ്ലിമാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തനെ കൊന്നെങ്കിൽ ആളെ കൊല്ലും, അത് വേറെ വിഷയം. അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് മറ്റവരെന്നെ മുതൽ പിടിച്ചു വച്ചാൽ ആ മുതലിന് പാലം കൊടുക്കേണ്ടി വരും. ഉക്കിലത്ത് ശരീരത്തു, നമ്മൾ ദാഹിരോണ്ട് വിധിക്കാന്നതിന്റെ അർത്ഥം. ഉക്കിലത്ത് അവന്റെ രഹസ്യം ഏൽപ്പിക്കപ്പെടും. ഇല്ലല്ലോ വേണ്ട, അതെനിക്കെന്നെ കിത്താലിൻ, യുദ്ധം ചെയ്തതിലും പറയുന്നത് വേണം. കിത്താലിമൻ, ഒരുവനോട് യുദ്ധം ചെയ്തു. മനഅ സക്കാത്ത ഔ ഗൈറഹ മിൻ ഹുഖൂഖിൽ ഇസ്ലാം. വഹ്തിമാമിൽ ഇമാം, ഭരണാധികാരി അയാളുടെ മനോപ്രധാനമായ വിഷയം അയാൾ മുഖ്യമായി എടുക്കേണ്ടത് ബിശആഇറുൽ ഇസ്ലാം. അല്ല പിന്നെ ഇതുണ്ടോ? കഴിഞ്ഞോ? പറയാനുള്ളവരെ حدثنا حدثنا യാതൊന്നുമില്ല കേട്ടോ, ഇത് ഞാൻ നോക്കുന്നു. حدثنا ആര്? ഉഖൈലു. റളിയല്ലാഹു തആല അൻഹു. ഖാല എടാ അന്നഹു ഖാല ലമ്മ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ തങ്ങൾ വഫാത്തായി. വസ്തുഖലിഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാക്കപ്പെട്ടു തങ്ങൾക്ക് ശേഷം. വകഫറ മൻ കഫറ മിനൽ അറബ്, അറബികളിൽ നിന്നും നിഷേധികളെ അയാൾക്ക് നിഷേധിച്ചു. കാല ഒരു ഭർത്താവ് നിങ്ങൾ പറഞ്ഞു حدثنا قتيبة بن سعيد حدثنا ليث بن سعيد عن نقيل عن النبي അല്ല لما توفي رسول الله صلى الله عليه وسلم استخلف أبو بكر وكفر من قبله. قال عمر بن الخطاب لأبي بكر كيف تقاتل الناس وقد قال رسول الله صلى الله عليه وسلم أمرت أن نقاتل الناس حتى يقولوا لا إله إلا الله، فمن قال لا إله إلا الله فقد عصم مني ماله ونفسه إلا بحقه وحسابه على الله. അവൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാസാക്കിയതാണ് വിഷയം. സക്കാത്ത് തരാത്തവരോട് യുദ്ധം ഏർപ്പെടുത്തി. മനസ്സിലായില്ലേ? തിരിഞ്ഞോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. കേട്ടാ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തെന്ന് ചോദിച്ചു, ഇതിപ്പോ എങ്ങനെയായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിരിക്കണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ല, പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ലെന്നാണല്ലോ റസൂൽ പറഞ്ഞതോ. അതിപ്പോ ഏത് മാനദണ്ഡത്തിലായിരിക്കും, ഏത് മാനദണ്ഡം വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ സക്കാത്ത് തരാത്തവരായിരുന്നു അവരുമായിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. മനസ്സിലായോ? അല്ല, ഉമർ തങ്ങൾ ചോദിച്ചു. അതാണ് പറയുന്നത്. കൈഫത്തുക്കാത്തിൽ, എങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യും അന്നാസ ജനങ്ങളോട്. വഖദ് ഖാല റസൂലുള്ളാഹി, ഏത് ഹാലിൽ
റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനാണ്. ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടു, അന്നുഖാത്തിലന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യഖൂല, അവർ പറയുന്നത് വരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖദ് അസ്മ മിന്നി മാലഹു വനഫ്സഹു ഇല്ലാ ബിഹഖ്ഖിഹി വഹിസാബുഹു അലല്ലാഹ്. ഫഖാല അബൂബക്കർ വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന അസ്സലാ വസ്സകാ. നിസ്കരിക്കും, പള്ളിയാണ് നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കാത്തനോ? നിസ്കാരവും സ്വലാത്തിന്റെ ഇടയിൽ തഫ്രീഖ് ചെയ്തവനോട് ഞാൻ യുദ്ധം ചെയ്യും. വല്ലാഹി ലൗ മനഊനി എന്ന് മാത്രമല്ല, ലൗ മനഊനി ഇഖാലൻ കാനു ഫഇന്ന സകാത്ത ഹഖ്ഖുൽ മാൽ. സ്വലാത്ത് ഹഖ്ഖുൽ ബദനാണെങ്കിൽ സ്വലാത്ത് ഹഖ്ഖുൽ മാലാണ്. വല്ലാഹി ലൗ മനഊനി, അവരെന്നെ വിലങ്ങിയാൽ തന്നെ, ഇഖാലൻ ഒരു കയറി, കാനു അവരായിരുന്നു, യദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ആൾക്കാർ സക്കാത്ത് പിരിക്കാൻ വരുമ്പോൾ പശുവിനെ അല്ലെങ്കിൽ ഒട്ടകത്തിനെ കൊടുക്കുമ്പോൾ ഒരു കയറും കൂടെ കൊടുക്കും, ഇല്ലേ? പിന്നെ അങ്ങനെ കൊണ്ടുവന്നതിനെ തൊളിച്ചോണ്ട് പോകാൻ. ആ കയറ് ഇപ്പോൾ ആൾക്കാർ വിലങ്ങിയാൽ അവരോട് യുദ്ധം ചെയ്യും. ഞാൻ അവരോട് യുദ്ധം ചെയ്യും, അതിനെ തടയുന്നതിന്റെ മേൽ. വേറെയൊക്കെ ചോദ്യമുണ്ട്. ഖത്താബ് തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളെന്താ വലിയ ഭീരുവാണെന്നൊക്കെ ചോദിച്ചു. فقال عمر بن الخطاب فوالله ما هو إلا أن رأيت الله عز وجل قد شرح صدر أبي بكر للقتال فعرفت أنه الحق. ഈ തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത് എനിക്കറിയില്ല. അള്ളാഹു അവിടുത്തെ കൽബിന് വലിയ വിശാലത നൽകിയതാണ്. റസൂലുള്ളാഹിന്റെ കലാമിൽ നിന്ന് ആയ നോക്കിയാൽ കിട്ടുമോ? മനസ്സിലായില്ല, തിരിഞ്ഞോ? അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇത് സത്യം തന്നെയാണ്. ആരാ പാസ്സാക്കിയത്? അവരാ നിയമസഭയിൽ പാസ്സാക്കിയത് തന്നെയാണ്. അവിടെ ഇനി ചോദ്യമൊന്നുമില്ല. അല്ല, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അയ്യുദ്ഹിറു എന്നാണ് അതിന്റെ അർത്ഥം. ഫഹദാ കിനായത്തുൻ ദാലിക. അതാ യഖൂലു എന്ന് പറഞ്ഞാലേ ഫഇന്ന സകാത്ത ഹഖ്ഖുൽ മാൽ കാന്നഹു അശാറ ബിലാ ഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഹഖ്ഖിഹി ബിഐ ബിഹഖ്ഖിൽ ഇസ്ലാം എന്നുണ്ടല്ലോ. അവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാത്തു കഴിഞ്ഞു, അവരുടെ രക്തത്തിനെയും എല്ലാത്തിനെയും കാത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അവിടെ ഇസ്തനയില്ലേ റസൂൽ തന്നെ, ഇല്ലാ ബിഹഖ്ഖിൽ ഇസ്ലാം. പിന്നെ ഇത് തന്നെ അല്ല, ആ ഹഖ്ഖുൽ ഇസ്ലാമാണ് ഇപ്പൊ പണ്ടത് സക്കാത്തിന് വിലങ്ങിയത്. വലഅല്ല ദാലിക സിർറു ശറഹി സദ്രി ഉമറ ലിൽ ഖിത്താൽ. അല്ല, ഇതായിരിക്കണം ഉമർ റളിയല്ലാഹു അൻഹുവിനും യുദ്ധം ചെയ്യാനുള്ള സിർറ്. അല്ല, അപ്പൊ ഇലിമ അന്നൽ ഖിത്താല ലാ യുഖാലിഫുൽ ഹദീസ ബിവാസിതത്തി ഹാദൽ ഇസ്തിത്നാ. റസൂലുള്ളാഹി വാക്ക് പറഞ്ഞല്ല. അല്ല, അപ്പൊ ഹഖ്ഖുൽ ഇസ്ലാം ആണെങ്കിൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പള്ളി പിടിച്ചടയ്ക്കും, മദ്രസ പിടിച്ചടയ്ക്കും, മുസ്ലിമീങ്ങളെ കാഫിറാക്കി. അപ്പൊ അവരോട് നമ്മൾ യുദ്ധം ചെയ്തു, വാക്കാൽ യുദ്ധം ചെയ്തു. അസമൂമിൻ എന്ന് പറയേണ്ടത് കാര്യമൊന്നുമില്ല. അത് ബിഹഖ്ഖിൽ ഇസ്ലാമിനാണ്. ഇനി അതിൽ നിന്ന് എന്തെല്ലാം ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റും പണ്ഡിതന്മാർക്ക്. അതുകൊണ്ടാണ് യഥാർത്ഥ പണ്ഡിതന്മാർ പറഞ്ഞ തർക്കുൽ മുവാലാത്ത്, അവരുമായ ഒരു സ്നേഹബന്ധവും നമുക്ക് പാടില്ല. അത് മതത്തിൽ തൊട്ട് കളിച്ചതാണ് അവർ, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ തൊട്ട് കളിച്ചു. ഈ പറഞ്ഞാണ് കണ്ടില്ലേ? ഇപ്പൊ ഇതിന്റെ നായനനുസരിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞ വാക്കല്ലേ അസമു മിന്നി ദിമാഅഹും വഅംവാലുഹും എന്ന്. പിന്നെ എങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി യുദ്ധം ചെയ്യാ സക്കാത്ത് കൊടുക്കാത്തവരോട്? തിരിഞ്ഞോ? അപ്പൊ ബിഹഖ്ഖിൽ ഇസ്ലാം എന്നൊരൊറ്റ വാക്കുമതി, ഇല്ലാ ബിഹഖ്ഖിഹി എന്നുള്ള ആ ഒരൊറ്റ വാക്കുമതി സർവ്വതും പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എവിടായി മദാർ? എവിടായി? ഇസ്ലാം. ആ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ആരെന്ത് ചെയ്തോ അംഗീകരിച്ചു. അവരല്ലാത്തവരോട് നമ്മൾ യുദ്ധം ചെയ്യും. ഇപ്പോൾ നമ്മൾ വാളെടുക്കുന്നില്ല, മറ്റു ചെയ്യുന്നില്ല, വെടിവെക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ യുദ്ധം ഇതാണ്.
മൻ കാന മിൻകും മുൻകറൻ മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി. ഏത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇന്ത്യ രാജ്യമാണ്. ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തു. നമ്മളെ ആശയം പറയും, അപ്പൊ അവരുടെ ആശയത്തിന് മറുപടിയാവും. മനസ്സിലായി? അത് ബിഹഖിൽ ഇസ്ലാമാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നില്ലേ, അഞ്ചേർ നിസ്കരിക്കുന്നില്ലേ, സക്കാത്ത് കൊടുക്കുന്നില്ലേ എന്നൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. ഹഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അവർ കത്തിവെച്ചപ്പോൾ നമ്മളവരുമായിട്ടുള്ള ബന്ധം അതാ ഒരൊറ്റ വാക്ക് മതി. എന്തുവാ? ഇല്ലാ ബിഹഖിഹി എന്നൊരൊറ്റ വാക്ക് മതി. സലാം പറയാൻ പാടില്ല. മുസ്ലിങ്ങളല്ലേ കൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. എന്ത് മുസ്ലിങ്ങൾ? നമ്മുടെ ഭാഷയിൽ അവർ മുസ്ലിമാണ്, ലോകത്തിൽ അനുസരിച്ചവർ. മുഅ്മിൻ അല്ല. എന്താ ഈമാൻ വേണ്ടേ? തസ്ദീഖും ബിമാ ജാഅ ബിഹി വേണ്ടേ? അതില്ല. ഉറക്കെ പറ. ഞങ്ങൾ കാഫിറാക്കിയില്ലല്ലോ. അതിനെന്തോ സലാം പറഞ്ഞില്ല, അതിന് കാഫിറാക്കിയതിനർത്ഥം എന്താണ്? അതിപ്പോ ഇന്നലെ എന്നെ പറഞ്ഞാണ്. അതിന്റെ ലാഹിറർത്ഥം വെച്ചാൽ ഞാൻ, അതിന്റെ ബാത്തിനർത്ഥം വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാഫിറാക്കേണ്ടവർ കാഫിറായവരാണെന്ന്. നിങ്ങളതിന് പ്രത്യേകമായിട്ട് കാഫിറാക്കാൻ നടക്കണ്ട. പിന്നെ അവർ ഈ ചൈതകളൊക്കെ ചെയ്തുകൊണ്ട് എന്താ ഹഖുൽ ഇസ്ലാമിലായ നിലയിലാണ് എങ്കിൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം? എതിർപ്പ് വേണം. വേണ്ട എന്നല്ല. ഫുഖഹാക്കളുടെ ഇബാറത്തും മറ്റേ തൂബയുടെ ഇബാറത്ത് പത്തനൂരിന്റെ ഇബാറത്ത് നോക്കിക്കൂടാ എന്നും പറയും, സലാമൊക്കെ പറയാൻ അതൊന്നുമല്ല. അങ്ങനെ സലാം പറയാനൊന്നും പറ്റില്ല. മതത്തിന്റെ നിയമങ്ങൾ പരിപൂർണമായി അനുസരിക്കാത്തവരെ നമ്മൾ തള്ളി, എത്രയേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞു പോയ സ്വാലിഹ്യങ്ങളൊക്കെ ചെയ്തതിനൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ ഞമ്മക്ക് അവരുമായിട്ട് ചങ്ങാത്ത ഇല്ല. അയ്യോ, നിങ്ങളെ പണി നോക്കും, നിങ്ങൾ വേ ഞങ്ങൾ വേ. നീ പറഞ്ഞതെന്ന് കിട്ടിയ അതല്ലേ ഉമർന്നാണ്. ഓ, ഇത് ഭയങ്കര തന്നെയാണ്. ഇത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിന് അള്ളാഹു കൊടുത്ത വിശാലതയാണ്. ആ കൽബിൽ നിന്നും ഉറപൊട്ടി വന്നതാണ് ഈ തീരുമാനം. വേണ്ട, അതെങ്ങനെ ആ തീരുമാനം കൽബിൽ നിന്ന് ഉറപൊട്ടാൻ ഒരു കാരണമുണ്ട്. അത് റസൂലുള്ളാഹിന്റെ വാക്ക് തന്നെ, ഇല്ലാ ബിഹഖിൽ ഇസ്ലാമി എന്നുള്ള ആ വാക്ക് തന്നെ ഉണ്ടോ? ഇല്ലാ ബിഹഖിഹി, ആ ഇസ്ലാമിന്റെ ഹക്ക് കൊണ്ടല്ലാതെ. ഇസ്ലാമിന്റെ ഹക്ക്, ഇസ്ലാമാവുന്ന യഥാർത്ഥമായ ഇസ്ലാം ഏതാണ്? യഥാർത്ഥമായ ഇസ്ലാം മുഅ്മിനീങ്ങളുടെ ഇസ്ലാം. അതല്ലാത്തവരുടെ ഈമാൻ ഇസ്ലാം എന്തല്ല, ഇസ്ലാമല്ല. കാനേശിമാൻ മുസ്ലിം എന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. നമ്മക്കല്ലാതെ അവരോട് വ്യക്തിവൈരാഗ്യം ഇല്ലല്ലോ. എന്തിനാ നമ്മളവരോട് വ്യക്തിവൈരാഗ്യം കാണിക്കുന്നത്? അവർ കഴിക്കുന്നതും ഭക്ഷണം, നമ്മൾ കഴിക്കുന്നതും ഭക്ഷണം, നമ്മൾ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ താമസിക്കുന്നു. പക്ഷെ നമ്മുടെ ആശയത്തിൽ നിങ്ങൾ കൈയിട്ടപ്പോൾ തൗഹീദൊക്കെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമായി മുഹമ്മദ് റസൂലുള്ളാഹി വേണോ നമ്മൾ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ തസ്ദീഖും ബിമാ ജാഅ ബിഹി ആകണം. ബിമാ ജാഅ ബിഹി ആകണം, ബികുല്ലി മാ ജാഅ ബിഹി ആകണം. ബഅദിനെ സ്വീകരിച്ചു, ബഅദിനെ തർക്കിയത് അത് ഇസ്ലാമല്ല. അല്ല, ആ ഒരൊറ്റ ഹദീസ് മതി നമുക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ അതിൽ നടക്കുക ഒരൊറ്റ ഹദീസ് മതി. ഇസ്ലാമിന് ഹക്കായ പല വിഷയങ്ങളും ഇവിടെയുണ്ട്. അത് ആരിൽ നിന്ന് നിങ്ങൾ പഠിക്കണം? സഹാബത്തിൽ നിന്ന് പഠിക്കണം, താബീങ്ങളിൽ നിന്ന് പഠിക്കണം. സഹാബത്തിന് രണ്ടുപേരും വേണ്ട, ഇവരെ പഠിച്ചോളി. ബില്ലദൈനി ബഅദി, ഇതാ നടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദീൻ, ഇതാ നടക്കുന്നത്. പിന്നെ ഒന്നാകെ പറഞ്ഞു അസ്ഹാബി കന്നുജൂം ഫിബൈഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. സഹാബത്ത് കൊണ്ടുവന്നത് അവിടെ ദീൻ, അതാണ് ഹക്കായ ഇസ്ലാം. ആ ഹക്കായ ഇസ്ലാമിന് ആരെതിര് കാണിച്ചാലും അവരോട് നമ്മൾ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുക എന്നല്ല വാളെടുത്ത് വെട്ടുക എന്നതിന് അർത്ഥമൊന്നുമില്ല. ആശയത്തിന് ആശയം കൊണ്ട് നേരിടും, ആശയത്തിന് ആയുധം കൊണ്ട് നേരിടില്ല. അത് നമ്മളെ തിയറിയും അല്ല. ഈ നാട്ടിൽ അതുകൊണ്ട് മനസ്സിലായില്ല. അത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് നമ്മൾ നടത്തും. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ മതത്തിന്
നിങ്ങൾ കത്തിവെക്കാൻ വന്നാൽ നിങ്ങളോട് നമ്മൾ നേരിടും. അത് ഞങ്ങൾ ദീൻ മുറുകെ പിടിച്ചതാണ്. അല്ല നിങ്ങളോടുള്ള നേരിടലല്ല, നിങ്ങളോടുള്ള വൈരാഗ്യമല്ല, ഞങ്ങളെ ദീനിന്റെ കടുപ്പമാണ് ആ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള വൈരാഗ്യം അല്ല. ഞങ്ങളുടെ കൽവിൽ ആരോടും വൈരാഗ്യം. ഞങ്ങളെ ദീൻ ഞങ്ങൾക്ക് മുറുകെ പിടിക്കണ്ടേ? ഞങ്ങൾക്ക് ഇവിടുന്ന് മരിച്ചു പോകണമല്ലോ. ഇവിടെ അതിനുവേണ്ടി സഹാബത്ത് പാടുപെട്ടു. സഹാബത്ത് അവരുടെ ശരീരങ്ങൾ കൊടുത്തത്, അവരുടെ പല്ലുകൾ കൊടുത്തത്, ഭാര്യമാരെ വിധവകളാക്കിയത്, സന്താനങ്ങളെ യതീമുകളാക്കിയത് ഈ ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന അടിസ്ഥാനത്തിലാണ്. അതിനാണ് നമ്മൾ പണ്ഡിതന്മാർ ജയിലിൽ കിടന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ കുതിര കയറാൻ നമ്മൾ തരുന്നു. ആയിക്കോട്ടെ, നമ്മളാരും കാപ്പറാക്കാൻ നടക്കണ്ട. കാപ്പറാക്കുന്നില്ല എന്നൊരു ചില പറയാതെ കിട്ടുമോ? കിട്ടുവാണേ. നമ്മളവരാരെയും കാപ്പറാക്കാൻ അവർ മരിച്ചാൽ നമ്മൾ പള്ളിക്കാരി തന്നെ കൊണ്ട് നടക്കുന്നത്, സെമിത്തേരി കൊണ്ടുപോകത്തില്ല. അതതിന്റെ അർത്ഥം എന്താ? അവർ നിസ്കരിച്ചാൽ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ നിസ്കരിക്കും. അവനത് പറഞ്ഞു കിപ്പായാണ്. ആ അടിസ്ഥാനത്തിൽ ആ നുക്കപ്പെറു. അതൊക്കെയാണ് പറയുന്ന അർത്ഥം. നീ എവിടെ നിന്ന് ലാനുക്കപ്പനും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്? ഹദ്ദസന അഹ്മദു. ലാനുക്കപ്പേറ് എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൾ മരിച്ചാലേ മരണം എന്ന് പറയണോ എന്ന് അത് വേറെ കാര്യം. ചത്താല് നമ്മൾ എന്ത് ചെയ്യില്ല, അവരെ സെമിത്തേരി കൊണ്ടുപോകില്ല. പിന്നെന്ത് ചെയ്യില്ല, ശ്മശാനത്തിൽ കൊണ്ടുപോകില്ല, കൊണ്ട് തീയിടില്ല. അവരൊക്കെ മുസ്ലിമീങ്ങൾ അടക്കിയ ഭാഗത്തേനുള്ളതും കൊണ്ട് അടക്കും. അതാണ് അർത്ഥം. ലാനുക്കപ്പേര് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫ്ലാറ്റിൽ പോയിരിക്കണമെന്നും അവരുമായിട്ട് ചങ്ങാത്തം കൊള്ളണമെന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. അങ്ങനെ വെച്ച് പഠിക്കല്ലേ മോശം കേട്ടാ. തിരിഞ്ഞോടാ. അവരോട് നിസ്കരിക്കാൻ നിങ്ങൾ പറയും. 35 നിസ്കരിക്കാൻ. നിങ്ങൾ നിസ്കരിക്കാൻ എന്തിനാ? നിസ്കാരം പള്ളിക്ക് പോയല്ലേ? പള്ളിക്ക് പോയെന്ന് എന്താ? പള്ളിക്ക് പോയെന്ന് എന്താ പറയും? ആരെയും ഒരാൾ ചെയ്താൽ എന്തായി? കഴിഞ്ഞില്ലേ? അതിനിഷ്ടംപോലെ ആൾക്കാരില്ലേ. ഞങ്ങൾ എന്നെ സുന്നികൾ എന്നെ നിസ്കരിക്കണം, നിങ്ങൾക്ക് നിർബന്ധം എന്തോ? സുന്നികളാണ് ചെല്ലണം, സുന്നികൾ നിസ്കരിക്കണോ? നിങ്ങൾക്ക് എത്ര നിർബന്ധം എന്താ? നിങ്ങൾ ഞങ്ങളെ വേറെ പ്ലാറ്റ്ഫോമിലല്ലേ കണ്ടത്? നിങ്ങൾ ഞങ്ങളെ കാഫിറാക്കിയവരല്ലേ ഞങ്ങൾ? എന്താ? ഞങ്ങൾ 1000 വട്ടം യാ ഓസി യാമീന്ന് വിളിക്കുന്നു. ഡെയിലി യാ റസൂലുള്ളാഹി ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ കാഫിറായി പോകുന്നു നിങ്ങൾ പറഞ്ഞവരല്ലേ? പിന്നെ നിങ്ങൾക്ക് എത്ര നിർബന്ധം എന്താ ഞങ്ങളവിടെ വരണമെന്ന് പറയും? എന്താ? അവിടെ വരുമ്പോൾ മരിച്ചപ്പോഴത്തെ അയാൾ വന്നില്ല, അയാൾക്ക് വരെ സമയമില്ല, നിങ്ങൾ പണിക്ക് പോയി. അത് തന്നെ അഹമ്മദ് കാണുന്നിടത്തൊക്കെ പോയാൽ നമ്മള് സമുദായത്തിൽ ഛിദ്രത ഉണ്ടാക്കി. അങ്ങനെ ഛിദ്രതൊന്നും പറ്റില്ല. ഛിദ്രത ഉണ്ടാക്കുന്ന അതിന് വലിയ കാര്യമുണ്ടോ? സമുദായം ഛിദ്രതയാവുന്ന റസൂൽ പറഞ്ഞാൽ 72 പിന്നെ എന്തോ അത് നിങ്ങൾ ഇനി ഒപ്പിക്കാൻ ഒന്നാക്കാൻ നടക്കാൻ പറ്റും? അതൊന്നുമില്ല. പിന്നെ നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ കുഴപ്പങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങൾ കുഴപ്പമാക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ വിടുകയും ഇല്ല. അതേ ഉള്ളൂ നമ്മുടെ തിയറി. അല്ല വേറെ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ മതം അനുസരിച്ച് നടന്നോട്ടെ. ചങ്ങായിമാരെ, നിങ്ങൾ ഞങ്ങളെ എന്തിനാ കാഫിറാക്കുന്നത്? നിങ്ങൾ ഞങ്ങളെ എന്തിനാ കാഫിറാക്കുന്നേ? നമ്മൾ കാഫിറെന്നല്ലേ അവർ പറയുന്നേ? ഞാനൊക്കെ അതൊക്കെ നമ്മൾ പോലും ഇങ്ങനെയൊക്കെ പറയും. അവരാണെങ്കിലോ നിങ്ങൾ കാഫിറെന്ന് അവർ എഴുതി വെക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ പറയുമ്പോ സെറയിലക്കാതി പാർത്തില്ലയോ, ഞാനൊക്കെ വിളിച്ചൊക്കെ ഇല്ലയോ, ആയിക്കോട്ടെ, ഇത് അവരംഗീകരിക്കണ്ടേ? പോട്ടെ, ഞാൻ പറയട്ടെ, നമ്മൾ അവരെ കാഫിറാക്കുന്നില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറാക്കിയാൽ ഈ കാഫിറാക്കിയോ കാഫിർ എന്ന് പറയോ മുസ്ലിം എന്ന് പറയോ? പറ മുസ്ലിയാരെ. അതോ? അതുകൊണ്ടല്ല ലാനുക്കഫിരെന്ന് പറഞ്ഞത്. നമ്മൾ കാഫിറാക്കണ്ട, അവർ കാഫിറായവരാണ്. എന്തിന്റെ കാരണം കൊണ്ട് നമ്മളെ കാഫിറാക്കിയിട്ടുണ്ട്? അതതിന്റെ അർത്ഥം. എന്താ സാബിത്ത് മുസ്ലിയാരെ? നിങ്ങളിപ്പോ അതിന് മെനക്കേണ്ട കാര്യമില്ല. അവരിങ്ങൾ പട്ടേ എന്താണ്? അള്ളാന്റെ അടിമകളെ നിങ്ങൾ തടയണ്ട. ഞാൻ തടഞ്ഞിട്ടുണ്ട് തന്നെ അതിനർത്ഥം. അള്ളാന്റെ അടിമ പെണ്ണുങ്ങളാണോ? നിങ്ങൾ തടയേണ്ട കാര്യമില്ല. അത് ഞാൻ തടഞ്ഞിട്ടുണ്ട്. സാഹിദ് റതി അള്ളാഹു റസൂൽ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടേ? ഇല്ല, നിങ്ങൾ വീട്ടിനുള്ളിൽ നിൽക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത മുഖേന ഞാൻ എന്നെ തടഞ്ഞിട്ടുണ്ടെന്നല്ലേ ഇതിനർത്ഥം. അതുകൊണ്ട് വേഗം പറ, പെട്ടെന്ന് പറ. നിങ്ങൾ തടയേണ്ട അതിന് അർത്ഥം ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ തടയണ്ട എന്ന് പറയാൻ അർത്ഥം എന്തുവാ? നിങ്ങൾ മുഖ്തസർ ഓതി കൂട്ടരല്ലേ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ?
തടയേണ്ടത് ചെയ്യേണ്ടതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തടയണം. അല്ലേ? ആ വാക്ക് ഏത് സാഹചര്യത്തിൽ എപ്പോൾ പറയാം, അതല്ലേ നമ്മുടെ കലാമിന്റെ വിഷയം. നമ്മൾ അറബി കലാമിന്റെ വിഷയം അതാണ്. സാധാരണ അറബി അല്ലത്, റസൂലുള്ളാഹിന്റെ കലാമാണ്. ആ കലാമിനെ എവിടെ മേൽ ഹംല് ചെയ്യണം, ആ സാഹചര്യം ഏതാണ്, എപ്പോഴാണ് ആ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത്, മനസ്സിലായോ? അത് ഫുഖഹാക്കൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. റസൂലുള്ളാഹിക്ക് ഉദ്ദേശം വേണമെന്ന് നമ്മൾ പറയുന്നില്ല. മുത്തക്കല്ലിമിന് ഈ അർത്ഥം ഉദ്ദേശമുണ്ടോ ഇല്ലേ, വേണ്ട എന്നാണ് മീർദാസ് പറഞ്ഞത്. അല്ലേ? എന്താ പറയാനുള്ള മന്നൻസാരിയിലല്ല ഖുർആനിൽ ഇസ്തിഗാസയ്ക്ക് തെളിവുണ്ട്. മമ്പുറം ഞങ്ങളെ വിളിക്കാൻ തെളിവുണ്ടോ മുസ്ലിയാരെന്ന് ചോദിച്ചത്. ഉണ്ട് എന്ന് പറഞ്ഞോട്ട് ഒറ്റ ഓത്ത് തോന്നി. മൻ അൻസാരി ഇലല്ലാ, അതിനകത്തുണ്ട്, തെളിവുണ്ട്, ഉണ്ടോ? പറയും. മൻ അൻസാരിക്കകത്തോട്ട് തെളിവുണ്ട്, മമ്പുറം ഞങ്ങളുണ്ടോ അതിനകത്ത്? അപ്പോഴാണ് ബുദ്ധിയുള്ളവരത് അവരന്നേരം ഇങ്ങനെ ഇത് ഭയങ്കരമായി പോയി. ആ മന്നിന്റെ പ്രയോഗം മന്ന എവിടെ പറഞ്ഞതാണ്? മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? ആ സന്ദർഭങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ സഹായിക്കണം. അത്രത്തോളം സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഉള്ളത്. മനസ്സിലായില്ലയോ? അപ്പോഴാ ചോദ്യം വരുമ്പോൾ അവിടെ മറുപടി പറഞ്ഞില്ലൊന്നും, മറുപടി പറഞ്ഞ ആരാ നോക്കണത്, ആരെയും പറഞ്ഞോട്ടോ. മണ്ണിന് എന്തിനെല്ലാം ഇസ്തിമാല് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ നിയമം. അതുകൊണ്ട് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്, വായിച്ചാൽ നീ ഇല്ലാ ബി ഹഖ്ഖിഹി എന്ന ആ ഒരൊറ്റ പോയിന്റ് മാത്രം മതി. ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവരോട് ഒരു വിധേനയുള്ള ബന്ധവും പാടില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ ഒന്നാമത്തെ അമീറായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബിക്ക് ഒട്ടകം സക്കാത്തിന് കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു കയർ ഉൾപ്പെടെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ കയർ കൊടുക്കാതെ ഒട്ടകം മാത്രം തന്നാൽ കയറിന് വേണ്ടി അവരോട് ഞാൻ പോരാടും. ചെറിയ കാര്യമാണ്. ഇതാണോ ദീൻ? പരിശുദ്ധ ദീൻ എവിടെയാണ് സഹാബത്ത് കണ്ടത്? അത് മനസ്സിലാക്കണ്ടേ. നബിതങ്ങളോട് കൊടുക്കുമ്പോൾ നബിതങ്ങൾ കൊടുക്കുന്ന ഒരു ഒട്ടകമാണ്. ആ ഒട്ടകം കൊടുക്കുമ്പോൾ പുതിയ കയർ മാറ്റി പഴയ കയർ ഇട്ടിട്ട് എന്ത് ചെയ്യും? കൊടുത്തുവിടും. അത് നമ്മളെ നാട്ടിൽ കച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? അല്ല കയർ കൊണ്ടുവരും, ഒട്ടകം തരാതെ ആരെയും പറഞ്ഞു വിടാറുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു കയറ് വലങ്ങിയാൽ തന്നെ, കാരണം അവർ അത്രത്തോളം മഹത്വമായിക്കൊണ്ടാണ് ആ മതനിയമത്തിനെ കണ്ടത്. അങ്ങനത്തെ മതനിയമമാണ്. അപ്പോഴാണ് ഉമർ ഖത്താബ് തങ്ങൾ ആദ്യം എന്തേ നിങ്ങൾ ഈ കാണിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്ന ആൾക്കാർ, 5 നേരം പള്ളിയിൽ വരുന്ന ആൾക്കാർ, നിങ്ങളെന്തേ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചടഞ്ഞത്? ഇത് എവിടുന്ന് കിട്ടിയതാണ് നിങ്ങൾക്ക്? റസൂലുള്ളാഹി ഇങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? എന്താ നമ്മളെ പോലെ മുജാഹിദീങ്ങളെ ചോദിക്കുന്ന റസൂലുള്ളാഹി ഇങ്ങനല്ലേ പറഞ്ഞ അങ്ങനെ പറഞ്ഞേക്കുന്നത്? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങി പറയുന്നത്. രംഗം മനസ്സിലാക്കണ്ടേ നിങ്ങള്, രംഗം മനസ്സിലാക്കണ്ടേ? കാരണം ഇത് സഹാബത്താണ്, നമുക്ക് ദീൻ പഠിക്കാൻ സഹാബത്തേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അവർ എന്തൊരു പ്രക്രിയയാണോ ചെയ്തത് അതിൽ ലെവലേശം തെറ്റലില്ല. അങ്ങനെ തെറ്റിയാൽ ഒരു കയറാണ്, ഒരേ ഒരു കയർ എന്തോ വിലയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് ഭയങ്കരമായ വിലയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടത്. അതൊരു സുന്നത്തല്ലേ ഉള്ളൂ എന്ന് നമ്മൾ അല്ലോ അതൊരു സുന്നത്താണല്ലോ എന്ന് വലിയ മഹാന്മാര് പറയും. നമ്മൾ അതൊരു സുന്നത്തല്ലേ ഉള്ളൂ, വലിയവരങ്ങനല്ല പറയുന്നത്. പിന്നെ അതൊരു സുന്നത്തായ കർമ്മമാണ്, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? രണ്ടും തമ്മിൽ പറഞ്ഞ വ്യത്യാസം മനസ്സിലായ? അതുകൊണ്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ അല്ലോ ഇനി നമ്മളില്ല സിദ്ദീഖിനോട് മുറ്റാൻ, ഇനി നമ്മൾ ദീൻ കാര്യത്തിൽ സിദ്ദീഖിനോട് മുറ്റാൻ നമ്മളില്ല. സിദ്ദീഖിന്റെ കൽബ് അല്ലാഹു തആല അത്രയും വിശാലത ചെയ്തു കൊടുത്തുപോയി. അതിനാണ് മഹാന്മാർ പറഞ്ഞത് ആ വിശാലത വെറുതെ ഉണ്ടായതല്ല, പുന്നാര നബിയുടെ വാക്കിൽ നിന്നുണ്ടായതാണ്. ഇല്ലാ ബി ഹഖ്ഖിഹി എന്ന വാക്കിൽ നിന്നും ആ വിശാലത ഉണ്ടായതാണ്. ആ മതത്തിന്റെ ഹക്ക്, മതത്തിന് ഹക്കായ ഒന്നാണ്. സംഗതി 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരൊട്ടകം സക്കാത്ത് കൊടുക്കണം, അല്ല 25 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരൊട്ടകം സക്കാത്ത് കൊടുക്കണം. 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ആട് സക്കാത്ത് കൊടുക്കണം. അത്രേ ഖുർആൻ ശരീഫിലുള്ളൂ, ഹദീസിലും അത്രേ ഉള്ളൂ. ആടിന് മാത്രം കൊടുത്താൽ മതിയോ? പറയും,
ആ ആടിനെ കൊടുത്തു, അത്ര എനിക്ക് നിയമമുള്ളൂ എന്ന് പറഞ്ഞാൽ വരുമോ? അപ്പോഴാ സിദ്ദീഖ് രംഗത്ത് വന്നത്. ആ ആടിനെ കൊടുക്കുമ്പോൾ അന്ന് കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? കയറുൾപ്പെടെയാ കൊടുത്തത്. മനസ്സിലായല്ലോ? സംഗതി ഒരു ആടല്ലേ, ഒരു കയറല്ല, അത് 10 രൂപ കൊടുത്ത് നമുക്ക് മേടിച്ചൂടെ? നമുക്ക് മേടിക്കാൻ പറ്റൂ ഇല്ലെന്നല്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്ത് കാണിച്ചു? അതിവിടെ കറക്റ്റാ വരട്ടെ, അതാ കാണിച്ചത്. അതാ ബിഹഖി. നീ വന്നേക്കുന്നത് ലാലുക്കൊക്കെ പാലൊക്കെ വിളിക്കുന്നു എന്നിട്ട് വിളിക്കണം.